എല്ലാവരും ഓടി വന്നിട്ട് അമ്മമാരൊക്കെ കുറെ ഉമ്മ തന്നു. കുറെ ആൾക്കാർ വന്നിട്ട് ഹഗ് ചെയ്തിരുന്നു. അവർ എക്സ്പെക്ട് ചെയ്തിരുന്നു ഫൈനൽ 5 കാണും, അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അതാണ് ഇന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ബിഗ് ബോസ് ഇറങ്ങിയതിനു ശേഷം ആദ്യത്തെ ഒരു നല്ലൊരു ഒത്തുകൂടലാണ്. അതൊക്കെ എങ്ങനെയുണ്ട്? എനിക്ക് ആക്ച്വലി എനിക്ക് ലൈഫിൽ ഭയങ്കര ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ നിലവിൽ ഇല്ലാത്ത ആൾക്കാർ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ലൈഫിൽ കുറെ ആൾക്കാരെ കിട്ടി. BB16 ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് കിട്ടി എന്താന്ന് വെച്ചാൽ ഞാൻ പറയാം, എനിക്ക് കുറെ നല്ല സൗഹൃദങ്ങൾ കിട്ടി, നല്ല കുറെ ആൾക്കാരെ കിട്ടി, ലൈഫിൽ കൂട്ടാൻ കുറെ ആൾക്കാരെ കിട്ടി. ഇപ്പം പറഞ്ഞില്ലേ, ഈ ഒരു ബർത്ത്ഡേ പോലും ഞാൻ ഒരിക്കലും നേരത്തെ ഇന്നലെ രാത്രി പോലും ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു കാര്യമല്ല. 12 മണിയപ്പോൾ എല്ലാവരും വിളിച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഒരുമിച്ച് കൂടണം എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് വന്നൊരു തീരുമാനം. അപ്പം ആക്ച്വലി എനിക്കപ്പോൾ ഭയങ്കര ത്രില്ല് തോന്നി. എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ടല്ല, ഭയങ്കര ത്രില്ലായി തോന്നി. കാരണം നമുക്ക് ലൈഫിൽ നമുക്കൊരു ആഘോഷം വരുമ്പോൾ, ഒരു സന്തോഷം വരുമ്പോൾ ഒപ്പം നിൽക്കാൻ, നമ്മുടെ കൂടെ നിൽക്കാൻ കുറെ ആൾക്കാരുണ്ടല്ലോ എന്നൊരു തോന്നുന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയാ. അർജുന്റെ ആ സൗഹൃദത്തെ കുറിച്ചൊന്ന് പറയാൻ പറ്റും? അർജുൻ മാത്രമല്ല, ഞാൻ പറയാലോ, ഗെയിമിന്റെ ഭാഗമായിട്ട് അവിടെ കുറെ ആൾക്കാരായിട്ട് എതിരഭിപ്രായം ഉള്ള ഒരാളായിരുന്നു ഞാൻ. കാരണം ഞാൻ അങ്ങനെ അവിടെ പോയിട്ട് പുറത്ത് എന്താന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ഇപ്പോഴും കുറച്ചധികം ഇതൊന്നും കണ്ടിട്ടില്ല, എപ്പിസോഡ് കണ്ടിട്ടില്ല, ആൾക്കാരുടെ കമന്റ്സോ കാര്യങ്ങളൊന്നും. കാരണം എനിക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. സന്തോഷം, ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ഇങ്ങനെ ക്യാരി ചെയ്യാൻ എനിക്കിഷ്ടം. അതുകൊണ്ട് നെഗറ്റീവ് കമന്റ്സുകളോ ഒന്നും ഞാൻ അധികം ശ്രദ്ധിക്കാത്ത ഒരാളാണ്. പക്ഷെ അവിടെ ഇപ്പൊ ബിബി നിൽക്കുന്ന സമയത്ത് കുറെ ആൾക്കാരായിട്ട് ഗെയിമിന്റെ ഭാഗമായിട്ട് കുറെ എതിരഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം വരുന്ന ഓൾമോസ്റ്റ് ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ തല്ല് കൂട്ടിയിട്ടുള്ള ആൾക്കാരും വഴക്കുണ്ടാക്കിയ ആൾക്കാരാണ്. പക്ഷെ വ്യക്തിപരമായിട്ട് എല്ലാവരുമായിട്ടും ഭയങ്കര സ്നേഹമാണ്. എല്ലാവരും ഭയങ്കര എന്താ പറയാ, നല്ല വ്യക്തികളാണ്. BB16 എല്ലാ ആൾക്കാരും നല്ല വ്യക്തികളാണ്. ഗെയിമിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അടി, വഴക്ക്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും പക്ഷെ വ്യക്തിപരമായിട്ട് ആരുമായിട്ട് ഒരു പ്രശ്നവും ഇല്ല. ഭയങ്കര ഹാപ്പിയാണ്. കുറെ ആൾക്കാർ ഇന്ന് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്, ഞാൻ എല്ലാവരും വിളിച്ചിട്ടുണ്ട്. കുറെ ആൾക്കാർ ഇന്ന് വരുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. എത്രാമത്തെ ബർത്ത്ഡേ? എനിക്ക് വരുന്നു. ഞാൻ BB16 എത്ര വർഷം പറഞ്ഞു? എനിക്ക് 27 ആയിരുന്നു, ഇപ്പൊ 28 ആയി. ഏജ് പറഞ്ഞു ഇപ്പോഴും സുന്ദരിയായിട്ട് ഇരിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. എനിക്ക് പ്രായം പറയാം, നമ്മൾ പ്രായം പറയാം. എനിക്ക് അങ്ങനെ സ്വാതന്ത്ര്യത്തിൽ ആരെങ്കിലും വരുമോ? സ്വാതന്ത്ര്യത്തില് ആരും വരില്ല. കാരണം സാന്ത്വനം 2 ഇപ്പം എല്ലാവരും കുറെ ആൾക്കാർ ഷൂട്ടിലും ബാക്കി തിരക്കിലൊക്കെയാണ്. ഗോപിക ഇപ്പൊ മൂവി ചെയ്തുകൊണ്ടിരിക്കുക. ഏഷ്യാനെറ്റിൽ തന്നെ പുതിയൊരു പ്രോജക്ട് ജോയിൻ ചെയ്തു. അച്ചു ഇപ്പൊ പുതിയ വീടൊക്കെ പണിത്. എല്ലാവരായിട്ടും കോൺടാക്ട് ഉണ്ട്. ഞാൻ പറയാം, നല്ല സൗഹൃദങ്ങൾ എപ്പോഴും കൂടെ കൊണ്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. എല്ലാവരായിട്ടും കോൺടാക്ട് ഉണ്ട്. ഇതിപ്പോ ഒട്ടും പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. എല്ലാവരും കൊച്ചിയിലുള്ള ആൾക്കാരാണ്. അപ്പൊ തൃശ്ശൂരേക്ക് എത്താൻ വേണ്ടി അതാ ഇത്ര ടൈം വരെ എടുക്കുന്നത്. അതുകൊണ്ട് BBയിലെ ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇനി ഇതിലും വലിയ വിശേഷങ്ങൾ വരുമ്പോൾ എല്ലാവരും ഉണ്ടാവും.